നല്ല ആവേശത്തിലാണ്. നല്ലപോലുള്ള വർക്കുകൾ നടക്കുന്നു. എന്താണ് സാറിന് ഈ അവസരത്തിൽ പറയാനുള്ളത്? നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ തവണ പോലും കേരളത്തിൽ നിന്ന് ആകെയുള്ള ഒരു എം പി ആയിരുന്നു. എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് സാറിനെ നോക്കി കാണുന്നത്. ഇത്തവണ ആ വിജയം എത്രത്തോളം, അതായത് നമുക്ക് വോട്ടർമാരൊക്കെ ഇടയിലോട്ട് ചെല്ലുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? എല്ലാവരിൽ നിന്നും നല്ല അനുകൂല പ്രതികരണമാണ്. നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലം വളരെ ലൈവായിട്ടുണ്ടായിരുന്നു. പാർലമെന്റ് അല്ലാത്ത സമയത്ത് പൂർണ്ണമായ ആലപ്പുഴയിലുണ്ട്. പിന്നെ ആലപ്പുഴയിൽ ജനിച്ചു വളർന്ന് ആലപ്പുഴക്കാരനായി ഇവിടെ ജീവിച്ച് ഇവിടുത്തെ എല്ലാ പ്രദേശങ്ങളും പ്രശ്നങ്ങളും എല്ലാവരെയും അടുത്തറിയാവുന്ന ഒരു ആളാണ്. ആ കരൂര് മുതൽ കരുനാഗപ്പള്ളിയിൽ വരെയുള്ള അതിവിപുലമായ ഒരു സൗഹൃദ ബന്ധമുണ്ട്, സ്നേഹബന്ധങ്ങളുണ്ട്. അവരെല്ലാം നന്നായി സഹായിക്കും. തീർച്ചയായിട്ടും സാറിന് എന്തൊരു പൊതുപരിപാടി നോക്കിയാലും സാറിന്റെ മുഖം വളരെ സജീവമാണ്, വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു എം പി എന്ന നിലയിലാണ് സാർ. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു CA ആക്ട് ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എത്രത്തോളം കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ ബാധിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് പറയാം? അല്ല, അത് നമ്മൾ വല്ലാതെ ഗുരുതരമായ ഒരു ആശങ്ക പടർത്തുന്നതാണ്. കാര്യം വെച്ചാൽ പൗരത്വത്തിന് നിലവിൽ നിയമങ്ങളുണ്ട്, നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളുണ്ട്, പ്രൊസീജിയറുണ്ട്. അതിൽ ദീർഘകാലമായി നമ്മുടെ നാട്ടിൽ താമസിക്കും. കേരളത്തിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വലുതായിട്ട് വരുന്നില്ല. പക്ഷെ പല സ്ഥലങ്ങളിലുമുള്ള ആളുകൾ ദീർഘകാലമായി നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക് പൗരത്വത്തിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷ പരിശോധിക്കുന്ന പോലീസിന്റെ പരിശോധനയുണ്ട്, റവന്യൂ വകുപ്പിന്റെ പരിശോധനയുണ്ട്. ആ പരിശോധന കഴിഞ്ഞിട്ടാണ് പൗരത്വം കൊടുക്കാം എന്ന് ശുപാർശ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായതൊരു മതത്തിനൊരു മാനദണ്ഡം വെക്കേണ്ട ഒരു കാര്യം അതിനകത്തില്ല. എന്തിനാണ് ഇങ്ങനെ മതപരമായ മാനദണ്ഡം വെക്കുന്നത്? അതിനെ തുടർന്നുണ്ടാകാൻ പോകുന്ന ഇങ്ങനൊരു മാനദണ്ഡം വരുമ്പോൾ ഇനി ഈ NRC വരും, ഇതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള വരുമ്പോൾ അപ്പോഴാണ് കൂടുതൽ പ്രശ്നം. നമ്മൾ പലരെയും സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. NRC ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ നമ്മുടെ പൗരത്വത്തെ ഓരോരുത്തർ ഒറിജിൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് വരെ പരിശോധിക്കുക. ഇപ്പോൾ ആസാം മറ്റുള്ള നമ്മുടെ ബോർഡർ പ്രദേശങ്ങളാണ് ഇത് കൂടുതൽ ഗുരുതരമായി വരുന്നത്, നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ. അപ്പോൾ അവരൊക്കെ കുറെ അധികം കുടിയേറ്റക്കാരുണ്ട്. അവർക്കെല്ലാം ദീർഘകാലമായി നമ്മുടെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ മറ്റു പലതും ഉള്ളവർ ഇത്ര കാലമായി താമസിക്കുന്നു എന്നുള്ളത് അവരുടെ ഇത് രേഖ സമർപ്പിക്കുമ്പോൾ ശരിയാണോ എന്ന് പോലീസ് വെരിഫിക്കേഷൻ നടത്തിയാണ്. അത് മതത്തിനൊരു മാനദണ്ഡമാക്കേണ്ട ഒരു കാര്യവും വാസ്തവത്തിലില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അല്ല, അത് വളരെ വ്യക്തമായി പറഞ്ഞു. കേരള നിയമസഭ അതെല്ലാം സംബന്ധിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ ആളുകൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കി അതിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ നടത്തുന്ന ഒരു ശ്രമം, അത് ഞാൻ പാർലമെന്റിൽ അതിശക്തമായി അതിനെ എതിർത്ത് സംസാരിച്ച ആളാണ്. സർക്കാരിന്റെ വിലയിരുത്തലായി പൂർണ്ണമായിട്ട് കാണാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ദേശീയ രാഷ്ട്രീയ പ്രശ്നമാണ്. അല്ലാതെ രാജ്യത്തെ ജനങ്ങൾ എപ്പോഴും വോട്ട് രേഖപ്പെടുത്തുന്നത് രണ്ട് പാറ്റേണാണ്. കഴിഞ്ഞ 19 സീറ്റിൽ LDF തോറ്റു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. അപ്പൊ രണ്ടാണ്, രണ്ട് കോണ്ടെക്സ്റ്റിലാണ്. അപ്പൊ പൂർണ്ണമായ ഒരു വിലയിരുത്തലായി നമുക്ക് രേഖപ്പെടുത്താനാവില്ല. തീർച്ചയായിട്ടും സാർ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തിലാണ്. വിജയം നേരുന്നു. വളരെ നന്ദി സാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചതിന്. നമസ്കാരം. ശ്രീ ആരിഫ് സാർ ആയിരുന്നു ഇപ്പൊ മലയാളി വാർത്തയോട് പ്രതികരിച്ചത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറ